ഇത്രയും കാലമായി ഞാൻ ഈ പെട്രോളും ഡീസലിൻ്റെയും വണ്ടി മാത്രമാട്ടോ ഉപയോഗിച്ചുകൊണ്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മിസ്ഫർ ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ടുവച്ചപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ഇത്രയ്ക്കും കംഫർട്ടബിൾ ഈ ഒരു വണ്ടിക്ക് ഉണ്ട് എന്നുള്ളത്. മിസ്ഫറിൻ്റെ വണ്ടി ഓടിച്ച സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അടുത്ത് ചെറുതായിട്ട് സ്നേഹം കൂടിയോ എന്നൊരു സംശയം ഇല്ലായികയല്ല കേട്ടോ. ഇതും പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ മൂപ്പര് മട്ടലെടുത്തിട്ട് എൻ്റെ മണ്ടയ്ക്ക് കുത്തുന്നുള്ളത് ഉറപ്പുള്ള കാര്യം കേട്ടോ. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് കാരന്തൂരുള്ള നമ്മളെ എയ്ത്തറിൻ്റെ ഷോറൂമിൽ വിളിച്ചിട്ട് ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി കൊണ്ടു തരുമെന്ന് പറഞ്ഞ സമയത്ത് ഇവർ കൊണ്ടു തന്നത് എയ്ത്തർ റിസ്റ്റ് കേട്ടോ. കൂടെ ഇവരുടെ ബ്ലൂടൂത്ത് മൈക്കുള്ള ഹെൽമെറ്റും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരു വഴിക്ക് ഇറങ്ങല്ലേ, അതുകൊണ്ട് റേഷൻ പീടികയിൽ പോയിട്ട് ഈ മാസം സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. ഇതിൻ്റെ ഡാഷ് ബോക്സിൽ ഇതുപോലെ ഒരു ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ബ്ലൂടൂത്ത് സ്പീക്കറുള്ള ഈ ഒരു ഹെൽമെറ്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. ഇനി കണ്ണ് കാണാത്ത ആൾക്കാർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു സ്ക്രീന് തന്നെ ഉണ്ട് കേട്ടോ. റിവേഴ്സ് ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇതുപോലെ ആയിട്ട് റിവേഴ്സ് പോകാൻ വേണ്ടി പറ്റും. പിന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളും ഒക്കെ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തലമൂത്ത ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കണം എന്ന് പറയുന്നത് സത്യം കേട്ടോ. വേറൊന്നല്ല, പെട്രോൾ വണ്ടി എടുക്കേണ്ടെന്ന് എൻ്റെ കെട്ടിനാന്നും പറഞ്ഞാണ്. പക്ഷേ ഇതിനോട് വല്ലാത്ത ഇഷ്ടം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ പെട്രോൾ വണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വലിയൊരു നഷ്ടം ഉണ്ടായതെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ കാരന്തൂരിലെ എയ്തറിൻ്റെ ഷോറൂമിലേക്ക് നേരെ പോയിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മിക്കവാറും എൻ്റെ പെട്രോൾ വണ്ടീൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ തീരുമാനമാക്കും കേട്ടോ.